ഇക്കഴിഞ്ഞ ആഴ്ച 40 അംഗങ്ങളടങ്ങുന്ന ഒരു ഗ്രൂപ്പിനോടൊപ്പം മലേഷ്യ സന്ദർശിക്കുകയുണ്ടായി. അവിടെ കണ്ട പ്രധാനപ്പെട്ട ചില കാഴ്ചകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. മലേഷ്യയിലെ ലോകപ്രസിദ്ധമായ ഒരു സർവകലാശാലയാണ് ഇൻ്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി മലേഷ്യ. ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയായ OICക്ക് കീഴിൽ 1983 ഈ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെട്ടത്. ഇന്ത്യ ഉൾപ്പെടെ 120-ലധികം രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ബിരുദാനന്തര വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ലോകത്തിലെ തന്നെ അത്യുന്നതമായ ഒരു യൂണിവേഴ്സിറ്റിയാണിത്. വിജ്ഞാനത്തിൻ്റെ ഇസ്ലാമികവൽക്കരണം എന്ന അടിസ്ഥാന ലക്ഷ്യത്തിലൂന്നിയാണ് ഈ സർവകലാശാലയിലെ സിലബസ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. മലേഷ്യയിൽ കോലാലംപൂരിന് പുറമെ ഗോംബാക്ക്, കുവാന്താൻ എന്നിവിടങ്ങളിലും ഈ യൂണിവേഴ്സിറ്റിക്ക് ക്യാമ്പസുകളുണ്ട്. ഇസ്ലാമിക വിജ്ഞാനീയങ്ങൾക്ക് പുറമെ മെഡിസിൻ, ലോ, എഞ്ചിനീയറിംഗ്, മാനേജ്മെൻറ്റ്, ഇസ്ലാമിക് ബാങ്കിങ്, ഇസ്ലാമിക് ഫൈനാൻസ്, ലാംഗ്വേജ്, ഹ്യൂമൻ സയൻസ് തുടങ്ങി 20-ലധികം വിഭാഗങ്ങൾ 3 ക്യാമ്പസുകളിലായി പ്രവർത്തിക്കുന്നുണ്ട്. 700 ഏക്കറിലായാണ് കോലാലംപൂരിലെ ക്യാമ്പസ് പ്രവർത്തിക്കുന്നത്. ബസ്സിലിരുന്ന് റൗണ്ട് അടിക്കുമ്പോൾ എടുത്ത വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. മെയിൻ എൻട്രൻസ് ഈ വീഡിയോയുടെ അവസാനം കാണാം. 1987 മുതൽക്ക് 100-ൽ പരം രാഷ്ട്രങ്ങളിൽ നിന്നുമായി 70,000-ലധികം ഗ്രാജുവേറ്റുകളും അണ്ടർ ഗ്രാജുവേറ്റുകളും ഇവിടെ നിന്നും പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിൽ കൂടുതലും മലേഷ്യയിൽ നിന്നുള്ളവരാണ്. 1982 അന്നത്തെ മലേഷ്യൻ പ്രധാനമന്ത്രിയായിരുന്ന മഹാതിർ മുഹമ്മദാണ് OICയുടെ തലവന്മാരുമായി ഇത്തരമൊരു യൂണിവേഴ്സിറ്റിയുടെ ആവശ്യകതയെക്കുറിച്ച് ചർച്ച ചെയ്തത്. മലേഷ്യൻ ഗവൺമെൻറ് മുൻകൈയെടുത്തതോടുകൂടി അധികം താമസിയാതെ തന്നെ യൂണിവേഴ്സിറ്റി ഒരു യാഥാർത്ഥ്യമായി. ലോകത്തുള്ള ഏതൊരു വിദ്യാർത്ഥിക്കും ഇവിടെ വന്ന് പഠിക്കാൻ അവസരം സൃഷ്ടിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് മാത്രം ഇപ്പോൾ ഇവിടെ 50-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. അവരിൽപ്പെട്ട ചില വിദ്യാർത്ഥികളുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞു. 14 ഫാക്കൽറ്റികളാണ് യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ ഉള്ളത്. ഓരോ ഫാക്കൽറ്റിയും കുല്ലിയ എന്ന അറബി പേരിലാണ് അറിയപ്പെടുന്നത്. കുല്ലിയ എന്നാൽ കോളേജ് എന്നാണ് അർത്ഥം. കുല്ലിയ ഓഫ് ലോ കോളേജ്, കുല്ലിയ ഓഫ് ഇസ്ലാമിക് റിവീൽഡ് നോളജ് ആൻഡ് ഹ്യൂമൻ സയൻസ്, കുല്ലിയ ഓഫ് ആർക്കിടെക്ചറൽ ആൻഡ് എൻവയോൺമെൻ്റൽ ഡിസൈൻ, കുല്ലിയ ഓഫ് എഞ്ചിനീയറിംഗ്, കുല്ലിയ ഓഫ് എഡ്യൂക്കേഷൻ, കുല്ലിയ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, കുല്ലിയ ഓഫ് മെഡിസിൻ, കുല്ലിയ ഓഫ് ഡെൻറ്റിസ്ട്രി, കുല്ലിയ ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ്, കുല്ലിയ ഓഫ് സയൻസ്, കുല്ലിയ ഓഫ് നഴ്സിംഗ്, കുല്ലിയ ഓഫ് സസ്റ്റൈനബിൾ ടൂറിസം ആൻഡ് കണ്ടംപററി ലാംഗ്വേജ്. ഇങ്ങനെ നിരവധി കുല്ലിയകൾ നമുക്ക് ഈ ക്യാമ്പസിൽ കാണാൻ സാധിക്കും. നിരവധി അന്താരാഷ്ട്ര അവാർഡുകളും അംഗീകാരങ്ങളും നേടിയെടുക്കാൻ ഇതിനകം ഈ യൂണിവേഴ്സിറ്റിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ക്യാമ്പസിനകത്ത് വലിയ വിശാലമായ ഒരു പള്ളി, ആയിരക്കണക്കിൽ ആളുകൾക്ക് ഒരേ സമയം നമസ്കരിക്കാൻ കഴിയുന്ന വിശാലമായ പള്ളിയാണത്. അതേപോലെ അത്യന്താധുനിക സൗകര്യങ്ങളോടുകൂടിയ 2 സ്പോർട്സ് കോംപ്ലക്സുകൾ, ഒളിമ്പിക് സൈസ് സ്വിമ്മിംഗ് പൂളുകൾ, 2 മില്യണിലധികം പുസ്തകങ്ങളും ഗവേഷണ ഗ്രന്ഥങ്ങളും ഉൾക്കൊള്ളുന്ന വിശാലമായ ലൈബ്രറി, കൂടാതെ മെഡിക്കൽ ക്ലിനിക്കുകൾ, സ്റ്റോഴ്സ്, പോസ്റ്റ് ഓഫീസ്, 3 മലേഷ്യൻ ബാങ്കുകൾ എന്നിവയും ഈ ക്യാമ്പസിനകത്തുണ്ട്. അർഹരായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് യൂണിവേഴ്സിറ്റി നൽകുന്നുണ്ട്. ഇഹ്സാൻ സ്കോളർഷിപ്പ്, ഖൈർ സ്കോളർഷിപ്പ്, അൽ ഖിർജിൻ സ്കോളർഷിപ്പ്, ഐവോൺ ചാമ്പ്യൻ സ്കോളർഷിപ്പ്, സ്പോർട്സ് എക്സലൻ്റ് സ്കോളർഷിപ്പ്, ഇബ്നു ഉമ്മി മക്തൂം സ്കോളർഷിപ്പ് തുടങ്ങിയ പേരുകളിൽ അനേകം വിദ്യാർത്ഥികൾക്ക് ഇത്തരം സ്കോളർഷിപ്പുകളിലൂടെ അവരുടെ വിദ്യാഭ്യാസം എളുപ്പകരമായി പൂർത്തീകരിക്കാൻ സാധിക്കുന്നുണ്ട്.
യൂണിവേഴ്സിറ്റിയുടെ മെയിൻ എൻട്രൻസ് ഈ വീഡിയോയുടെ അവസാനം കാണാൻ സാധിക്കും. കാരണം ഞങ്ങൾ ഈ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ കടന്ന് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ ക്യാമ്പസിന് ചുറ്റും ഈ വിശാലമായ റോഡുണ്ട്. ആ റോഡിൽ കൂടി ഇങ്ങനെ റൗണ്ട് അടിച്ച് വന്ന് അവസാനം വീണ്ടും ഈ മെയിൻ എൻട്രൻസിൻ്റെ ഭാഗത്തേക്ക് എത്തി. അങ്ങനെയാണ് അവസാനം ആ എൻട്രൻസ് കിട്ടാൻ ക്യാമറയിൽ പതിയാൻ കാരണമായത്. യൂണിവേഴ്സിറ്റിയുടെ പ്രവേശന കവാടമാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്.